നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയ്ക്ക് അടുത്തുള്ള ഒരു പ്രോജക്റ്റിന്റെ ഓണറിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ പേര് അനിൽകുമാർ ഭാസ്കരപിള്ള എന്നാണ്. അദ്ദേഹം ഗൾഫിലൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ്. ഇപ്പൊ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ GM ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ GM ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വന്നെങ്കിൽ വെച്ചാൽ നമ്മളിപ്പോ 6 മാസം മുന്നേ വീടിന്റെ കംപ്ലീഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളതിന്റെ ക്വാളിറ്റി ചെക്കിങ്ങിനും സൈറ്റ് വിസിറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ആർട്ട് ഫ്ലെയിംസിന്റെ വർക്കിംഗ് ഒരു സ്റ്റൈലും എന്താണ് നമ്മളെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എന്ന് ചോദിക്കാം. സാർ പറയും, എന്താണ് നമ്മുടെ ആർട്ട് ഫ്ലെയിംസിനെ പറ്റി സാറിന്റെ ഒരു അഭിപ്രായം? ആർട്ട് ഫ്ലെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത് വണ്ടർഫുൾ ആണ്. പ്രൊഫഷണലിസം വളരെ കാര്യമായിട്ട് അത് കൊണ്ടു നടക്കുന്ന ടീമാണ്. അപ്പൊ നമുക്കതുകൊണ്ട് അവർക്ക് ജോലി ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജോലി എടുത്ത് തീർക്കുക. അതിന്റെ അപ്ഡേഷൻ നമ്മളിപ്പം എനിക്കിപ്പോൾ അവരിൽ കാണുന്ന നല്ലൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പം ഇതിന്റെ ഓണർ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മളത് സാധാരണ നമ്മൾ ആർക്കെങ്കിലും വർക്ക് ഏൽപ്പിച്ചാൽ അത് നോക്കി നടത്താൻ വേറെ ആളിനെ കൂടെ വെക്കണം. ഇപ്പം ആർട്ട് ഫംഗ്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അവർ തന്നെ സ്വന്തം ഒരു വർക്കായിട്ട് ഏറ്റെടുത്തിട്ട് അത് അവരുടെ തന്നെ ഒരു പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്തിട്ട് അവരത് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് എടുക്കും. വളരെ പ്രൊഫഷണലായിട്ട് ടീമിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്യും. ടൈമായിട്ട് വർക്ക് ചെയ്ത് തീർക്കും. ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റഫുകൾ, സാധനങ്ങളൊക്കെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ വേറെ പലരും വെച്ചിട്ടൊക്കെ ഞങ്ങളെ ക്വാളിറ്റിയൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം പുറത്തായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഗൾഫിലുള്ളത്. ഇപ്പോൾ ഒരു ഗൾഫിലെ വർക്കിംഗ് സ്റ്റൈലും നമ്മൾ ഇപ്പൊ നാട്ടിൽ നോക്കുകയാണെങ്കിൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് നമ്മുടെ ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇന്റർനാഷണൽ ഒരു ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇമ്പ്രൂവ് ആയിട്ടില്ലേ നമ്മുടെ? അതെ, വണ്ടർഫുൾ ആയിരുന്നു. കാര്യം ഞങ്ങളവിടെ ഞാൻ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവിടെ. അതിൽ ഒരു 20 വർഷം, ഒരു 15-20 വർഷത്തോളം ഇതേപോലെ ക്വാളിറ്റി ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് നമ്മളൊരു കൊട്ടേഷൻ ഉണ്ടാക്കി കോട്ട് ഒപ്പിച്ച് കോട്ടിന് അഗേൻസ്റ്റ് ആയിട്ട് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ജോലി ഒപ്പിച്ചിട്ടിരുന്നു. അങ്ങനെ അത് മോണിറ്റർ ചെയ്തിരുന്ന ഒരു കാര്യം. പക്ഷെ ആ ഒരു ക്വാളിറ്റി റിട്ടേൺസ് എനിക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ളത് വളരെ അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ നാട് വികസിക്കുന്നു, നാട്ടിലെ സ്റ്റാർട്ടപ്പുകൾ വികസിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിന്റെ പ്രൊഫഷണലിസം എന്നെ അത്ഭുതപ്പെടുത്തി. കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഫഷണലിസം മാത്രമല്ല, അതിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള എങ്ങനെ റിപ്പോർട്ടിങ് അത് വളരെ സംഭവമായിരുന്നു. കാര്യം ഇപ്പോൾ ഗൾഫിലോ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിസം ലോകത്ത് ഏത് രാജ്യത്തിരുന്നാലും നമ്മുടെ വർക്ക് മോണിറ്റർ ചെയ്യാനും തന്നെ ഈസി ആയിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. കൃത്യമായിട്ട് അത് നടക്കും കാര്യമാണ്. കാരണം ഞങ്ങളെ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ എല്ലാ പ്രശ്നവും നമ്മളിലേക്ക് ഒതുക്കുകയാണ്. കസ്റ്റമർ ഏറ്റവും അവസാനം മാത്രമേ ഇൻവോൾവ് ചെയ്യും. അല്ലെങ്കിൽ അവർ പാനിക്കായിട്ട് ഒരുപാട്, കാരണം അവർ ഒരുപാട് ജോലി തിരക്കിലിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ആ സമയത്ത് അവരെ ശല്യപ്പെടുത്താതെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ ഒരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അവർ അറിയിച്ചതിന് ശേഷം അതിനൊരു സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന തത്വം. അതാണ് മോഡേൺ സിസ്റ്റം. കാര്യം ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അറിയിച്ച് എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി ഒരു 10-15 ഒപ്പീനിയൻ എടുക്കാതെ അത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. അല്ലെങ്കിലും നമ്മളിപ്പോൾ ഏറ്റെടുക്കുന്ന വർക്ക് അത് വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുക. അതിന് നല്ല ക്വാളിറ്റി സാധനങ്ങൾ, സ്റ്റഫുകൾ ഉപയോഗിക്കുക. അതിനൊരു റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഇപ്പം ഇത് വീട് വയ്ക്കാൻ ഇറങ്ങിയവരെക്കാട്ടിയും ഇത് ചെയ്യുന്ന ടീമിന്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുക. അങ്ങനെ പോകുന്നത് വളരെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉള്ളത്. ഒരു വീട് വെക്കുന്നതോ ഇന്റീരിയർ ചെയ്യുന്നതിന് മുന്നേയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമുണ്ട്. അവർ അനലൈസ് ചെയ്യും ഇതിന്റെ സോയിൽ ടെസ്റ്റിങ്, ഈ സൈറ്റിന്റെ കണ്ടീഷൻ, വെറ്റാണോ ഡ്രൈ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ സൈറ്റിലേക്ക് ഇറങ്ങുന്നത്. പെട്ടെന്ന് ഇറങ്ങുകയല്ല. അപ്പൊ അതുകൊണ്ടാണ് കസ്റ്റമർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുത്താൽ പോലും നമുക്ക് ക്വാളിറ്റി അഷുറൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രത്യേകത. അത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അനിൽകുമാർ സാറിന്റെ അതോടൊപ്പം തന്നെ വൈഫായിട്ടുള്ള സിന്ധുജ മാഡം, ഇവർ രണ്ടുപേരും തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം പ്രോജക്റ്റുകളൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു സപ്പോർട്ട് നമുക്ക് തോന്നും. അതായത് നിങ്ങളത് ചെയ്യുക എന്നുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് തന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ. നമ്മൾ ഒരുപാട് സെഷൻസ് പറഞ്ഞു, അവർ അംഗീകരിച്ചു. പിന്നെ ഇന്റീരിയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നല്ല മോഡേണുള്ള ഡിസൈൻസ് ആണ് കൊടുത്തത്. അപ്പോൾ അത് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടീമാണ് അനിൽ സാർ, അതോടൊപ്പം തന്നെ വൈഫ് സിന്ധുജ മാഡം. ഇവർ രണ്ടുപേരും പുറത്താണ്. അപ്പോൾ അത് കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വാട്സാപ്പ് വഴിയും നമുക്ക് കോൾ വഴിയാണ് കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർ ഹൗസ് വാമിംഗ് നാട്ടിൽ വന്ന സമയത്ത് അവർക്ക് മനസ്സിലായി. കാരണം അവർ ഉദ്ദേശിച്ച മോളിലാണ് നമ്മൾ കൊടുത്തത്. സാറാണ് പറയേണ്ടത്. ഹൗസ് വാമിംഗ് സാർ വന്നപ്പോൾ എന്താണ് സാറിന്റെ അഭിപ്രായം? നമ്മുടെ വീടിനെ നമ്മൾ എപ്പോഴും
പിന്നെ ഒരു വാലിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തുമ്പോഴത്തേക്ക് രണ്ട് ഇതാണ്. ഒന്ന് പിന്നെ ആദ്യ ഫാൻസിനെ ഏൽപ്പിച്ചതിന് മുമ്പും പിമ്പും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനുശേഷം നിങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു 100% എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. അത് വളരെ ഇതാണ് കാര്യം. ഞാൻ ഒരുപാട് പേര് വീട് വെക്കുമ്പോഴത്തേക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് സാമ്പത്തികമായിട്ട് നമ്മളെ കാശ് ഉണ്ടായിരിക്കണം, മറ്റു പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഉണ്ടായിരിക്കണം, അതൊക്കെയാണ്. പക്ഷെ ഇതല്ലാതെ ഈ ബിൽഡേഴ്സ് ഉണ്ടാക്കി വെക്കുന്ന ഹെഡേക്കുകൾ അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് 2 ഗ്രൂപ്പുണ്ട് അവിടെ. ആ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ വന്നിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒന്ന് ചെയ്യുന്ന അത് ഒരുപാട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങള് പക്ഷേ പിന്നെ വളരെ സത്യസന്ധതയോടുകൂടി ഒരു ജോബ് വർക്ക് ഏറ്റെടുക്കുക, എന്നിട്ട് അത് പൂർത്തീകരിക്കുക, എന്നിട്ട് അത് അങ്ങനെയുള്ളൊരു ടീം എപ്പോഴും വളരെ എനിക്ക് തോന്നുന്നു ഈ ഈ ഇൻഡസ്ട്രിയിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. നമുക്കൊരു പുറത്ത് നിന്നിട്ട് ജോലി എടുക്കുന്ന ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ പുറത്ത് വളരെ ബിസി ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ ഇനി നാട്ടിനകത്തുള്ളവരൊക്കെ ആയാലും ശരി തന്നെ, അവരൊക്കെ അങ്ങ് ടെക്നിക്കലി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവലിലൊക്കെ ഒരു നോളജ് ഉണ്ടാവണമെന്നില്ല. ഇല്ല. അപ്പോഴാ പിന്നെ എന്ത് ചെയ്യണം, ഇത് ഏറ്റെടുക്കുന്നവർ വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി കൊടുക്കണം. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ആയുസിൽ അവർ വയ്ക്കുന്ന ഒരൊറ്റ പ്രോജക്റ്റാണ്. ഇപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു വീട് വെച്ചേക്കാം. അപ്പൊ അതിന്റെ തുടക്കം തൊട്ട് പിന്നെ ഒരു ഇതേണക്കൊരു പ്രൊഫഷണൽ ടീമിനെ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം.